ഓക്കെ. എന്നുവെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടോ? അപ്പൊ ഇനി നെറ്റ് കട്ടായി പോകുന്നതാണോ, എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ പറഞ്ഞത് കേൾക്കാതിരിക്കുന്നതാണോന്നേ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇനി കറണ്ട് വല്ലതും പോവുകയാണെങ്കിൽ നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. ഇവിടെ നെറ്റ് കട്ടാവും. അപ്പൊ നിങ്ങൾ പയ്യെ കറണ്ട് പോയാലും ഇവിടെ വൈഫൈ പോവും, സംഭവം നെറ്റ് പിന്നെ റേഞ്ച് കിട്ടാൻ പാടായിരിക്കും. അപ്പൊ വല്ലതും കറണ്ട് വല്ലതും പോയാൽ നിങ്ങൾ പിന്നെ അധികം നേരം ഇരിക്കണ്ടായിരിക്കും കേട്ടോ, ലെഫ്റ്റ് ആയിക്കോ. കറണ്ട് പോവുകയായിരിക്കും. അങ്ങനെ വിശ്വസിച്ച് തന്നെ ഞാനും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കറണ്ട് പോകാതിരിക്കാൻ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ 4ാം ക്ലാസ്സിലെ 8ാമത്തെ യൂണിറ്റ് ആണ്. അതായത് വായിക്കാൻ വരയ്ക്കാൻ എന്നുള്ള ഒരു യൂണിറ്റ് നമ്മൾ നോക്കുന്നത്. സോഷ്യലുകാർക്കും സയൻസുകാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ 4ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സയൻസ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്നില്ലല്ലോ 4ലും 3ലും. ആകെ EVS എന്നുള്ള ആ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് സോഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്തും സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകൾ കടന്നു പോകുന്നു. അപ്പൊ നമ്മൾ ഇന്ന് സോഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്താണ്, അതുപോലെ തന്നെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ളൊരു ചാപ്റ്റർ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ എല്ലാവർക്കും സ്ക്രീനൊക്കെ കാണാലോ അല്ലേ? നമ്മുടെ 4ാം ക്ലാസ്സിലെ EVSലെ പരിസര പഠനത്തിലെ 8ാമത്തെ യൂണിറ്റ് വായിക്കാം വരയ്ക്കാം എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് വരയ്ക്കാനുണ്ട്, അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കിലെല്ലാം വരയ്ക്കാനുണ്ട്. പക്ഷെ നമുക്ക് കേട്ടിട്ട് നമുക്ക് വരയ്ക്കാനൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ബബിൾ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതിൻ്റെ അത് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. നമ്മുടെ ഭൂപടങ്ങൾ എടുത്താൽ അതിൽ തവിട്ട് നിറം ഏതിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പൽ തന്നിട്ട് ഇത് ഏതിന്റെ ആണ് സൂചിപ്പിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ അത് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട, ഈ ചാപ്റ്റർ മാത്രമല്ല ഇതിന്റെ അകത്ത് നമ്മുടെ 4ാം ക്ലാസ്സിൽ EVSന്റെ അകത്ത് ഈ ഒരു ചാപ്റ്റർ വായിക്കാൻ വരയ്ക്കാൻ എന്നുള്ളത്. പക്ഷെ ഇനി 5, 6, 7ലേക്ക് വരുമ്പം അത് സോഷ്യലിനകത്താണ് കൂടുതലായിട്ടും കാണുന്നത്. നമ്മുടെ ഓരോ ജില്ലകള്, അതിന്റെ അതിർത്തികള്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപടം. അപ്പൊ അതെല്ലാം നമ്മൾ സോഷ്യലിന്റെ അകത്തായിരിക്കും 5ാം ക്ലാസ് തൊട്ട് കാണുന്നത്. ഇവിടെ ഈ 4ാം ക്ലാസ് വരെയുള്ളതിന്റെ നമ്മുടെ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമേ ആ ഒരു ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഏതൊക്കെ നിറങ്ങൾ ഏതിനെയൊക്കെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ്, നമ്മുടെ ഡയറക്ഷൻസ് ഇല്ലേ, പിന്നെ വടക്ക് നോക്കേന്ദ്രം, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഒരു ചാപ്റ്ററും വിട്ട് കളയാനില്ല. സോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കാം കേട്ടോ. അപ്പൊ വായിക്കാം വരയ്ക്കാം നോക്കി. ആദ്യം തന്നെ ഒരു ചിത്രം, നമ്മുടെ ഒരു ചേട്ടൻ ഒരു യാത്രയൊക്കെ പോകുന്ന, ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ, നമുക്ക് ഇപ്പോഴാണ് നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ട്. അപ്പൊ പഴയ കാലത്തൊക്കെ അവര് കുറെ യന്ത്രങ്ങൾ ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ഭൂപടങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നോക്കിയാണ് യാത്രയ്ക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചേട്ടൻ വന്നിട്ട് ഈ മാപ്പ് കണ്ടാലേ അറിയാം നമുക്ക് പരിചയമുള്ളതാണ്, നമ്മുടെ കേരളത്തിന്റെ ഭൂപടമാണ്. ഇതൊക്കെ വെച്ച് ആള് എങ്ങോട്ടോ പോവാണ്. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ട്, സഞ്ചാരി ഏത് ഭൂപടമാണ് പരിശോധിക്കുന്നത്, എന്തിനായിരിക്കും, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഭൂപടം എടുക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഇത് കേരളത്തിന്റെ ഭൂപടം ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഒരു ദിശ അറിയാന്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഇനി തിരിയേണ്ടത്, അല്ലെങ്കിൽ ഏത് വഴിക്കാണ് പോകേണ്ടതെന്നൊക്കെ അറിയാനാണ് സാധാരണഗതിയിൽ നമ്മൾ ഭൂപടം ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, ഇത് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിന്റെ മാപ്പ് എല്ലാവരും തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വരച്ചിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ഭൂപടം വായിക്കാം എന്ന്. അതായത് കേരളത്തിലെ ജില്ലകളും പ്രധാന സ്ഥലങ്ങളും നിങ്ങൾ 3ാം ക്ലാസ്സിൽ പരിചയപ്പെട്ടല്ലോ. താഴെ കൊടുത്ത ഭൂപടം പരിശോധിക്കുക. നമുക്ക് 3ാം ക്ലാസ്സിലാണ് പിള്ളേരെ കേരളത്തിലെ ജില്ലകൾ, അതായത് 14, നമ്മുടെ സംസ്ഥാനം കേരളമാണ്, കേരളത്തിന് 14 ജില്ലകൾ ഉണ്ടെന്നൊക്കെ പഠിച്ചു തുടങ്ങുന്നത് 3ാം ക്ലാസ്സിലാണ്. നമ്മൾ ആ ടോപ്പിക്ക് എടുക്കുന്നേ ഉള്ളൂ. 3ാം ക്ലാസ്സിലാണ് ശരിക്കും ഇത് പഠിച്ചു തുടങ്ങുന്നത്. ജില്ലകള്, പിന്നെ ഓരോ ജില്ലകളുടെയും ആസ്ഥാനങ്ങള്, ഓരോ ജില്ലകളുടെയും പ്രത്യേകതകള്, അതൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നത് 3ാം ക്ലാസ്സിലാണ്. ഇവിടെ ജസ്റ്റ് ആ ജില്ലകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അകത്തെ ആ സൂചകങ്ങൾ വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങളിൽ നോക്കാൻ പോകും. നോക്കിക്കേ, ഇവിടെ നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ആ ഓരോ ജില്ലകളിലും അവിടെ ഇവിടെ എല്ലാം കുറെ കുത്തുകളും കുറെ പടങ്ങളും കുറെ വരകളും ഒക്കെ കാണാം. നോക്കിക്കേ, ഇതാണ് ഈ ഭൂപടം. അതായത് ഭൂപടത്തിലെ കുറെ സൂചകങ്ങൾ, ഇവിടെ സൂചിക എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ആദ്യത്തെ നമ്മുടെ ആരാ, വിമാനത്തിന്റെ പടം കൊടുത്തിട്ടുണ്ട്. വിമാനത്തിന്റെ പടം കൊടുത്തിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, അത് വിമാനത്താവളത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ നോക്കിക്കേ, നമ്മുടെ കേരളത്തിലെ വിമാനത്താവളങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന്. ഇവിടെ ഈ കോഴിക്കോടിനും മലപ്പുറത്തിനും അതിർത്തിയായിട്ട് ഒരെണ്ണമുണ്ട്, നമ്മുടെ കരിപ്പൂർ അല്ല, അതിന് കരിപ്പൂർ വിമാനത്താവളം ഉണ്ട്. പിന്നെ നമ്മുടെ കൊച്ചി നെടുമ്പാശ്ശേരി ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് വിമാനത്താവളമൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഓരോ സൂചികകളാണ്. അതായത് നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് വരച്ചു കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതായത് ഇപ്പൊ അവിടെ ഒരു വലിയ തെങ്ങിൻ തോട്ടമാണ്, നമുക്ക് കുറെ തെങ്ങുകൾ വരയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ സൂചികയായിട്ട് ഒരു തെങ്ങ് വരച്ചിട്ട് ഇത് ഇന്ന സാധനമാണ് നമ്മൾ സൂചിപ്പിക്കുന്നതിനെയാണ് ഈ സൂചിക അല്ലെങ്കിൽ സൂചകങ്ങൾ നമ്മൾ പറയുന്നത്.
അപ്പൊ ഇവിടെ ഒരു വിമാനത്തിന്റെ പടം കൊടുത്തിട്ടുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? വിമാനത്താവളം. ഇനി അടുത്താണ് നോക്കിയേ, കുറച്ച് ഡോട്ട് ഡോട്ട് ലൈനാ, ഡോട്ട് ഡോട്ട് ആയിട്ട് ലൈൻ ഇട്ടിരിക്കുന്ന അതെന്താണ്? നമ്മുടെ സംസ്ഥാന അതിർത്തി. ഈ സൂചകങ്ങൾ നിങ്ങൾ നോക്കണം, അത് സൂചിപ്പിക്കുന്ന എന്തിനെയാണെന്നുള്ള ആ പേര് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഈ ഡോട്ട് ഡോട്ട് ഇട്ട ലൈന് അതേതാ സൂചിപ്പിക്കുന്ന? അത് സംസ്ഥാന അതിർത്തി. അതാണ് ഈ ബ്ലാക്ക് കളറിലതേ ഇതിലേക്കൂടെ എല്ലാം ഇങ്ങനെ പോയിട്ടുണ്ട്. അതാണ് നമ്മുടെ സംസ്ഥാന അതിർത്തി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നേരെ ഒരു പ്ലെയിൻ ലൈൻ പോയിട്ടുണ്ട്. അതേതാ? നമ്മുടെ ജില്ലാ അതിർത്തി. നമ്മുടെ ഓരോ ജില്ലകളെയും നമ്മൾ വരയ്ക്കാൻ പറയാം. നമ്മൾ ആലപ്പുഴയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചിങ്ങനെ ചെറുതായിട്ട് വരച്ചു വെക്കും. അതിന് ഓരോന്നിനും ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ. അപ്പൊ ആ ഓരോന്നിന്റെയും ആ ഒരു വര വരുന്നതാണ് ഈ ഒരു പ്ലെയിൻ ലൈൻ ആയിട്ട് വരുന്നതാണ് ഇത് ജില്ലാ അതിർത്തി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കപ്പലിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതാ? നമ്മുടെ തുറമുഖങ്ങൾ, അതായത് വിഴിഞ്ഞം തുറമുഖവും നമ്മുടെ കൊച്ചിയിലുള്ള തുറമുഖം ഒക്കെ പറയുന്നതാണ് നമ്മുടെ കപ്പലിന്റെ ഫോട്ടോ കൊടുത്തിട്ടുള്ള തുറമുഖം. പിന്നെ ഒരു വട്ടത്തിന്റെ അകത്തൊരു കുത്ത് കണ്ടോ? അതെന്താണ്? നമ്മുടെ തലസ്ഥാനം. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം. പിന്നെ ഓരോ ജില്ലകളുടെ ആസ്ഥാനമുണ്ട്. അപ്പം അതെല്ലാം കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു വട്ടത്തിന്റെ അകത്തൊരു ചെറിയൊരു ഡോട്ട്. പിന്നെ അടുത്ത് നമുക്കറിയാം, നമ്മൾ റെയിൽപാളം വരയ്ക്കാറുള്ള, നമ്മൾ പടം വരയ്ക്കുമ്പോൾ റെയിൽപാളം വരയ്ക്കുന്ന 2 വര, അതിന്റെ നടുക്കൊരു വര, അതാണ് നമ്മുടെ റെയിൽപാത. അപ്പൊ ഇവിടെ ജസ്റ്റ് കുറച്ച് സൂചകങ്ങളേ ഉള്ളൂ. നമ്മുടെ കേരളത്തിന്റെ ഭൂപടം തന്നിട്ട് കുറച്ച് സൂചികകൾ കൊടുത്തിട്ടുണ്ട്. വിമാനത്തിന്റെ ഫോട്ടോ ഉള്ളത് എന്താ? വിമാനത്താവളം, വിമാനത്താവളത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ അടുത്ത ഡോട്ടഡ് ലൈൻ ആയിട്ട് അത് ഇച്ചിരി ഷാർപ്പായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ അതേതാ? സംസ്ഥാന അതിർത്തിയെ സൂചിപ്പിക്കുന്നു. പിന്നെ നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചിരിക്കുന്ന ജില്ലാ അതിർത്തി. പിന്നെ കപ്പലിന്റെ പടം ഉള്ളത് തുറമുഖം. പിന്നെ ഒരു വട്ടത്തിന് അതൊരു ചെറിയ ഡോട്ട് വന്നിരിക്കുന്ന തലസ്ഥാനം. പിന്നെ നമ്മുടെ റെയിൽവേ ക്രോസ്, അത് കാണുമ്പോൾ തന്നെ അറിയാലോ, അത് റെയിൽപാത. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ സൂചികകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ അതായത് കേരളത്തിന്റെ ഭൂപടവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സൂചികകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കി, എന്തെല്ലാം വിവരങ്ങൾ നിങ്ങൾ കണ്ടെത്തിയത്? നമ്മൾ എന്തൊക്കെ വിവരങ്ങൾ കണ്ടെത്തി? ഇന്ന ജില്ലകളിലാണ് വിമാനത്താവളങ്ങളുള്ളത്, അല്ലെങ്കിൽ തുറമുഖം ഉള്ളത്, റെയിൽവേ പാളങ്ങളുള്ളത്, പിന്നെ സംസ്ഥാന അതിർത്തി പങ്കിടുന്നത് ഈ ജില്ലകളുടെ സമീപത്തു കൂടെയാണ്, നമ്മുടെ റോഡുകൾ ഇതിലെ കൂടെയാണ് പോകുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ കുറെ വിവരങ്ങൾ ഈ സൂചികകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തി. ഇതേക്കുറിച്ച് കേരളത്തെ കുറിച്ച് കുറിപ്പൊക്കെ തയ്യാറാക്കാൻ പറ്റുള്ളൂ, നമുക്ക് അതൊന്നും വേണ്ട. ഇനി നോക്കിക്കേ, ഭൂപടങ്ങളിലെ സൂചിക. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ വിമാനത്താവളവും റെയിൽവേ ക്രോസും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സൂചികകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഭൂപടത്തിൽ റോഡുകൾ, റെയിൽപാതകൾ, പുഴകൾ, വിമാനത്താവളങ്ങൾ തുടങ്ങിയവയെ ചിഹ്നങ്ങളും നിറങ്ങളും ഉപയോഗിച്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഭൂപടത്തില് ഓരോന്നിനും, അതായത് റോഡുകളായിക്കോട്ടെ, റെയിൽപാതകളായിക്കോട്ടെ, നമ്മുടെ പുഴകളായിക്കോട്ടെ, വിമാനത്താവളങ്ങളായിക്കോട്ടെ, അതിനെല്ലാം ഓരോ നിറങ്ങൾ അല്ലെങ്കിൽ ഓരോ ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് അത് അടയാളപ്പെടുത്തുന്നത്. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. അതായത് ഒരു ഭൂപടം, അതിനകത്തെ ഇപ്പൊ പച്ച നിറമായിക്കോട്ടെ, ചുവന്ന നിറമായിക്കോട്ടെ, അല്ലെങ്കിൽ വളഞ്ഞുള്ള വരയായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ റെയിൽ ക്രോസ് പോലെയുള്ള വരകളായിക്കോട്ടെ, അതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ആ ഒരു പിക്ചർ കണ്ട അതിനെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കാണിക്കുന്നതാണ് നമ്മൾ സൂചികകൾ. അതാണ് നമ്മൾ ഇപ്പൊ കണ്ട ഓരോന്നിന്റെയും പടങ്ങൾ. അപ്പൊ അതിനെയാണ് നമ്മൾ സൂചിക എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് സൂചികകള്? നമ്മുടെ ഭൂപടത്തില് ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ജില്ലകളില് അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സൂചികകൾ നമ്മുടെ ഭൂപടത്തില് ഉപയോഗിക്കുന്നത്. ഇനി ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന ചില ചിഹ്നങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കേ, നമ്മൾ റെയിൽപാത മുമ്പേ കണ്ടായിരുന്നു. ഇതിങ്ങനെ ജസ്റ്റ് വര, അതിൻ്റെ അത് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, അതാണ് നമ്മുടെ റെയിൽപാത. പിന്നെ വിമാനത്തിന്റെ പടം ഉള്ളതാണെങ്കിൽ എന്താണ്? അത് വിമാനത്താവളം. പിന്നെ തുറമുഖത്തിന്റെ പടം, കപ്പലിന്റെ പടമാണെങ്കിൽ അത് തുറമുഖം. പിന്നെ നദി, നമുക്കറിയാലോ ബ്ലൂ കളറിൽ തരുന്നത്, അത് ഓർത്തിരിക്കുക. നമ്മുടെ ഭൂപടത്തിൽ നീല കളർ, ഏകദേശം എല്ലാം നീല കളർ, ഈ നദികള്, പുഴകള്, കടല്, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ നീല കളറ് ഇവിടെ നദിയെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നോക്കിക്കേ, ഒരു കൊട തന്നിട്ടുണ്ട്. കൊട തന്നിരിക്കുന്ന ഏകദേശം നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു കൊടയുടെ സിമ്പിൾ തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടായിരുന്നു ജസ്റ്റ് ഒരു വട്ടം, അതിൻ്റെ അകത്തൊരു ഡാർക്കായിട്ടൊരു പോയിന്റ് വന്നിട്ട് അത് ഏതായിരുന്നു? തലസ്ഥാനത്തെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ജില്ലാ ആസ്ഥാനം, അതും നമ്മൾ കണ്ടായിരുന്നു. ആ കേരളത്തിന്റെ മാപ്പിന്റെ അകത്ത് കുഞ്ഞു കുഞ്ഞ്, അതായത് ഓരോ ജില്ലകളുടെയും ആസ്ഥാനങ്ങള്. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ സൂചികയായിട്ട് തന്നിരിക്കുന്ന ഏതാ? ചെറിയൊരു വട്ടവും അതിൻ്റെ അകത്തൊരു കുഞ്ഞു കുത്തും, അത് ജില്ലാ ആസ്ഥാനം. ഇനി വലിയ വട്ടവും അതിൻ്റെ അകത്തൊരു വലിയ
എന്താ ഡാർക്കൺ ചെയ്തൊരു ഡോട്ടും ആണെങ്കിൽ അത് തലസ്ഥാനം. അപ്പൊ തലസ്ഥാനവും ജില്ലാ ആസ്ഥാനവും തമ്മിൽ ചെറിയൊരു വലുപ്പത്തിന്റെ വ്യത്യാസമുള്ളൂ ആ സൂചികകൾ തമ്മിൽ. ഇനിയിപ്പോ പക്ഷിയുടെ പടം തന്നിട്ടുള്ളതാണെങ്കിൽ എന്താണ്? പക്ഷി സങ്കേതം. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ സൂചികകൾ. റെയിൽപാത, വിമാനത്താവളം, തുറമുഖം, പിന്നെ പക്ഷി സങ്കേതം, നദി, ഇതിന്റെയൊക്കെ പ്രധാനമായിട്ടുള്ള സൂചികകളാണ് ഈ സൂചികളും ആ ചിഹ്നങ്ങളും ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പ്രധാന നദികള്, വിനോദസഞ്ചാര കേന്ദ്രങ്ങള്, പക്ഷി സങ്കേതങ്ങള്, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങള് ടീച്ചറിനോട് ചോദിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ, അതായത് നമ്മുടെ 5ാം ക്ലാസ്സിലും 6ലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ കേരളത്തിലെ പ്രധാന നദികളെ കുറിച്ച്, അതായത് നമുക്ക് കേരളത്തിൽ എത്ര നദികളുണ്ടെന്ന് നമ്മൾ പഠിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് കേരളത്തില് മൊത്തം 44 നദികളുണ്ടെന്നാണ് പറഞ്ഞത്. അതില് 41 പടിഞ്ഞാറോട്ടും പിന്നെ ബാക്കിയുള്ള 3 കിഴക്കോട്ടും ഒഴുകുന്നത്. അപ്പൊ അതിന്റെ എല്ലാം ഏറ്റവും വലിയ നദി ഏതാണ്, ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്, അങ്ങനെയൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത് സോഷ്യൽ, നമ്മുടെ കാറ്റഗറി 2ന്റെ അകത്താണ് കൂടുതലും നദികളുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈ വന്യജീവി സങ്കേതങ്ങൾ, അത് നമ്മുടെ സയൻസിന്റെ അതും ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലുത് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം രൂപപ്പെട്ടത് ഏതാണ്, പിന്നെ നമ്മുടെ വരയാട് സംരക്ഷണം, അത് എവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്, നമ്മുടെ സൈലന്റ് വാലിയിൽ ഒഴുകുന്ന പുഴ ഏത്, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു തന്നോളാം കേട്ടോ. നിങ്ങൾ ആരും ടോപ്പിക് കിട്ടിയില്ല എന്നൊന്നും ആരും ഓർത്ത് പേടിക്കൊന്നും വേണ്ട. അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നോളാം. ഇവിടെ ജസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ചിഹ്നങ്ങളും നമ്മുടെ സൂചകങ്ങളും മാത്രമേ പറഞ്ഞു തന്നുള്ളൂ. ഇനി ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ വന്യജീവി സങ്കേതങ്ങളും നമ്മുടെ പക്ഷി സങ്കേതങ്ങളും ഒക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയേക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ളത് ആ കറക്റ്റ് ആ ചാപ്റ്റർ വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു പോക്കോളാം കേട്ടോ. ആരും അതോർത്തൊന്നും പേടിക്കണ്ട. അപ്പൊ ജസ്റ്റ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ചിഹ്നങ്ങളും സൂചികകളും ഒക്കെ. ഇനി ഇവിടെ നമുക്ക് ക്ലാസ് മുറി വരയ്ക്കാന്ന് പറഞ്ഞ് ടീച്ചർ ഒരു വർക്ക് കൊടുക്കുകയാണ്. അതായത് പിള്ളേരോട് നമ്മൾ ഏകദേശം ഇതൊക്കെയാണ് സൂചികകൾ എന്നൊക്കെ നമ്മൾ പിള്ളേരോട് പറഞ്ഞു. അപ്പൊ പിള്ളേരെ കൊണ്ട് അവരുടെ ക്ലാസ് മുറി വരയ്ക്കണം. അപ്പൊ ക്ലാസ് മുറി വരയ്ക്കുമ്പോൾ നമുക്കറിയാം ക്ലാസ് മുറിക്കകത്ത് ഉള്ള കാര്യങ്ങൾ, ഡെസ്ക്, ബെഞ്ച്, ബോർഡ് എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഷെൽഫ് ഉണ്ടെങ്കിൽ ഷെൽഫ് എവിടെ ഇരിക്കുന്നു, ഡോർ എവിടെയാണ്, ജനൽ എവിടെയാണ്, ഇതൊക്കെ ജസ്റ്റ് ഇടത്താണോ വലത്താണോ എന്നൊക്കെ രീതിയിൽ അവരോട് വരയ്ക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് അവര് വരച്ച ചിത്രങ്ങളൊക്കെ ടീച്ചറിനെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഓരോന്നിനും, അതായത് അവരൊരു സ്ക്വയർ വരച്ചിട്ട് അത് ടീ അടയാളപ്പെടുത്തി. അപ്പൊ അടയാളപ്പെടുത്തി ടേബിൾ, മേശ, പിന്നെ ഒരു ഡോറിന്റെ അതുണ്ട്, 2 റെക്ടാങ്കിൾ വരച്ചു വെച്ചിരിക്കുന്നത്. അത് ഡോറിന്റെ വാതില്, പിന്നെ ഒരു 4 സ്ക്വയർ W, ജനല്, പിന്നെ ഒരു ബ്ലാക്ക് ബോർഡ്, പിന്നെ ഒരു ബെഞ്ച്. അപ്പൊ ഇങ്ങനെ അത് ഓരോ സ്ഥലത്ത് കൃത്യമായിട്ട് നമ്മളൊക്കെ സ്കൂളിലൊക്കെ ആണെങ്കിൽ വരച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ജസ്റ്റ് ഒരു ഇത് നമ്മുടെ ക്ലാസ് റൂം ആണെങ്കിൽ ഇവിടെ ആയിരിക്കും ഡോറ് ഇങ്ങനെ വരച്ചു. പിന്നെ ഇവിടെ ബ്ലാക്ക് ബോർഡ് ആണെങ്കിൽ ഇത്, ബെഞ്ചൊക്കെ ആണെങ്കിൽ ഇങ്ങനെ, അങ്ങനെ ആ ഒരു ക്ലാസ് മുറിയുടെ രേഖാചിത്രം ആണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ ഓരോ സിമ്പിൾസ് വെച്ച്, അതാണ് ഈ സൂചികൾ. പക്ഷെ വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ പറയും ഇടത്തെ സൈഡില് ഡോറ്, വലത്തെ സൈഡില് ജനല്, അല്ലെങ്കിൽ നടുക്ക് ബെഞ്ച് കിടക്കുന്നു, അത് നേരെ ഓപ്പോസിറ്റ് ബ്ലാക്ക് ബോർഡ് ഇരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് വെച്ചാണ് ഇത് ഓരോ സാധനങ്ങൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലെ ഓരോ കാര്യങ്ങൾ ഏത് ദിശയിലാണ് അല്ലെങ്കിൽ ഏത് ദിക്കിലാണ് ഇരിക്കുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മൾ നമ്മുടെ ദിക്കുകളെ സൂചിപ്പിക്കുന്നത്, അതിന് വരുന്നുണ്ട്. നമ്മൾ ദിക്കുകളെ സൂചിപ്പിക്കുന്ന 4 ദിക്കുകൾ അല്ലെ, ഏതാണ്? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. അത് ഞാൻ കൃത്യമായി വരച്ചു തരാം കേട്ടോ, മൊത്തം റെഡായി പോയിരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ദിക്കുകൾ. നമ്മൾ ഓരോ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പൊ ഇന്ന ദിശയിലാണ്. ഇത് വടക്ക് ഭാഗത്താണ് ആ വീടിരിക്കുന്നത്, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്താണ് നമ്മുടെ മരം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്താണെങ്കിലും ബെഞ്ച് ഈ ഭാഗത്താണ്, ഡെസ്ക് ഈ ഭാഗത്താണ്. അങ്ങനെ നമ്മൾ ദിക്കുകൾ വെച്ചാണ് പറയുന്നത്. പിന്നെ നമുക്ക് ദിക്കുകൾ അറിയാം എന്നുള്ള ആ ഒരു കാര്യം നോക്കാം. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ കൂടുതലായിട്ടും ഓരോന്ന് പറയുന്നുണ്ട്. നോക്കിക്കേ, ദിക്കുകൾ അറിയാം. സൂര്യനെ നോക്കി നാം എളുപ്പത്തിൽ ദിക്ക് അറിയാൻ ശ്രമിക്കാനുണ്ടല്ലോ. നമുക്കറിയാം സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കാൻ, അങ്ങനെ നമ്മൾ പറയുമല്ലോ. അപ്പൊ ഇവിടെ ആ ഒരു കൊച്ചു പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് കാര്യമായിട്ട്, ഹായ് പ്രഭാത സൂര്യൻ, അപ്പോൾ എന്റെ ഇടതു കൈ ഭാഗമാണല്ലോ വടക്ക്. അതായത് ആ കൊച്ചു പറയുന്നുണ്ട് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്റെ ഇടത് കൈ, ഇപ്പൊ കൊച്ചിരിക്കുന്നതിന്റെ ഇത് അവളുടെ വലത്തെ കൈ, ഇടത് കൈ നമുക്ക് കാണത്തില്ല. അപ്പൊ ഇടത് കൈ ഇരിക്കുന്ന ഭാഗമാണ് അവൾ പറഞ്ഞു വടക്ക്. ആ ഭാഗം ഏതാണ്? വടക്ക്. ഓക്കെ, ആ ഭാഗം വടക്കാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട്
ഏത് ഭാഗത്തേക്ക് നോക്കിയാണ് ലീന നിൽക്കുന്നത്? ഉദയസൂര്യനെ നോക്കിയാണ് അവള് ദിക്കുകൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അവള് നിൽക്കുന്നതിന് വലത്തെ സൈഡ് അവള് പറഞ്ഞു അത് വടക്കാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവള് നോക്കി നിൽക്കുന്ന സൈഡ് ഏതായിരിക്കും? സൂര്യൻ ഉദിച്ചു വരുന്ന സൈഡ് ഏതായിരിക്കും? സൂര്യൻ ഉദിച്ചു വരുന്ന സൈഡ് കിഴക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ലീനയുടെ വലതു കൈ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് അവളുടെ ഈ വലത്തെ കൈ ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? വലത്തെ കൈ വരുന്നത് വടക്ക്. അവളുടെ ഇടത്തെ കൈ വടക്ക് ദിശയിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വലത്തെ കൈ ഇരിക്കുന്നത് തെക്ക്. വലത്തെ കൈ ഇരിക്കുന്നത് തെക്ക്. അങ്ങനെയാണ് നമ്മുടെ ലീനയുടെ നിഴല് പോയിരിക്കുന്ന ഏതാ? അവളുടെ പുറകിലത്തെ ഭാഗം എവിടെ വരും? അത് പടിഞ്ഞാറ്. അതാണ് നമ്മൾ നിന്ന് കഴിഞ്ഞ് നമ്മുടെ ദിക്ക് നോക്കുന്നത്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പൊ ആ ഒരു രീതിയിൽ അവൾ ഉദയസൂര്യനെ വെച്ചിട്ടുണ്ടാണ്. നമ്മൾ സൂര്യനെ നോക്കി നമ്മൾ ദിക്കുകൾ പറയാറുണ്ട്. ഇപ്പം ഇന്ന ഭാഗത്താണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ജസ്റ്റ് ദിക്കുകളെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് 4 ദിക്കുകൾ: വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. നമുക്കറിയാം സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക്, അസ്തമിക്കുന്നത് പടിഞ്ഞാറെന്ന് പറയും. അപ്പൊ ഇവൾ ഈ കൊച്ചു നിൽക്കുന്നതിന്റെ അവൾ പറഞ്ഞായിരുന്നു അവളുടെ ഇടത് കൈ ഭാഗം വടക്കാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വലത് കൈ ഇരിക്കുന്ന ഭാഗം തെക്കാണ്. സൂര്യൻ ഉദിച്ചിരിക്കുന്ന ഭാഗം കിഴക്ക്. അവളുടെ നിഴല് വന്നിരിക്കുന്ന ഏത് ഭാഗത്താണ്? പടിഞ്ഞാറ്. ഇനി അങ്ങനെയാണെങ്കിൽ സൂര്യനെ കാണാത്ത സമയങ്ങളിൽ നമുക്ക് എങ്ങനെ ദിക്കുകൾ അറിയാൻ കഴിയുമെന്ന്? ഇപ്പൊ സൂര്യനെ നോക്കി എല്ലാവരും ദിക്കുകൾ പറഞ്ഞു. ചിലപ്പോൾ സൂര്യൻ അതായത് മേഘങ്ങൾ കൊണ്ട് സൂര്യൻ മറഞ്ഞു പോയിരിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പൊ അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ നമ്മൾ സൂര്യനെ കാണുന്നില്ല. ആ ഒരു സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് ദിക്കുകൾ അറിയുന്നത്? അതിനുവേണ്ടി നമ്മൾ ദിക്കുകൾ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമുണ്ട്. ഏതാണ്? അതാണ് നമ്മുടെ വടക്ക് നോക്കിയ യന്ത്രം. നമ്മൾ കൂടുതലായിട്ട് ഇത് കണ്ടിട്ടുള്ള ഈ സിനിമകളിൽ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ അതിന്റെ ഫോട്ടോസ് കാണാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും അകപ്പെട്ട് പോകുമ്പോൾ കാട്ടിക്കൂടെയൊക്കെ പോകുമ്പോൾ കൈ പിടിച്ച് ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടുണ്ട് ദിക്കുകൾ അറിയാൻ. അപ്പൊ വടക്ക് നോക്കിയ യന്ത്രമാണ് നമ്മൾ ദിക്കുകൾ അറിയാനുള്ള ഒരു യന്ത്രം എന്ന് പറയുന്നത്. അതായത് ദിക്കറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? വടക്ക് നോക്കിയ യന്ത്രം. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു മഴ അളക്കുന്നതിനുള്ള ഒരു ഉപകരണം. എന്തായിരുന്നു മഴ അളക്കുന്നതിനുള്ള ഉപകരണം? നമ്മൾ പറഞ്ഞ് മഴമാപിനിയായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ വടക്ക് നോക്കിയ യന്ത്രം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ദിക്കറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? വടക്ക് നോക്കിയ യന്ത്രം. അപ്പൊ ദിക്കറിയുന്നതിന് ഉപയോഗിക്കുന്ന യന്ത്രമാണ് വടക്ക് നോക്കിയ യന്ത്രം. ഇനി വടക്ക് നോക്കിയ യന്ത്രത്തിന്റെ മധ്യത്തിൽ ഒരു കാന്ത സൂചി കാണാം. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ആ പിക്ചർ കാണാന്ന് തോന്നുന്നു അല്ലെ? നിങ്ങൾക്ക് ഈ പിക്ചർ ഞാൻ സൂം ചെയ്ത് തരാം. ഇത് കണ്ടോ? ഇതിന്റെ നടുക്കൊരു എന്തുണ്ട്? മധ്യത്തിൽ ഒരു കാന്ത സൂചിയുണ്ട്. ഈ സൂചി വടക്ക് തെക്കായി മാത്രമേ നിൽക്കുകയുള്ളൂ. ഇതുകൊണ്ടോ? വടക്ക് തെക്കായി, ഇത് നോർത്ത് സൗത്ത് ആയിട്ട് മാത്രമേ ഈ സൂചി നിൽക്കുകയുള്ളൂ. ഈ സൂചിയിലെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ അഗ്രമാണ് വടക്ക് ദിക്കിനെ സൂചിക്കുന്നത്. കണ്ടോ? ഒരു റെഡ് കളറിലും ഒരു ബ്ലൂ കളറിലും ഇരിക്കുന്നുണ്ട്. അതാണ് വടക്ക് തെക്ക്. ആ ഒരു രീതിയിലാണ് സൂചി എപ്പോഴും. ആ ഒരു കാന്തിക അതിന്റെ മധ്യത്തിൽ ഒരു കാന്തിക സൂചിയുണ്ട്. അപ്പൊ അത് ആ നോർത്ത് സൗത്ത് വടക്ക് തെക്ക് എന്ന രീതിയിലാണ് എപ്പോഴും ആ സൂചി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് മുറിയുടെ മധ്യത്തിൽ വടക്ക് നോക്കി യന്ത്രം വെച്ച് ദിക്കുകൾ അടയാളപ്പെടുത്താം. അത് നമുക്ക് ക്ലാസ് മുറി പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മൾ വടക്ക് നോക്കി യന്ത്രം അതിന്റെ ഉപയോഗം പഠിച്ചിരിക്കുക. എന്തിനു വേണ്ടിയാണ്? ദിക്കറിയുന്നതിന് ഉപയോഗിക്കുന്ന യന്ത്രമാണ് എന്ത്? വടക്ക് നോക്കി യന്ത്രം. അതായത് ദിക്കറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രത്തിന്റെ മധ്യത്തിൽ ഒരു കാന്ത സൂചി കാണാം. ഈ സൂചി വടക്ക് തെക്കായി മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പൊ അത് വേണേലും ചോദിക്കാം. സൂചി എപ്പോഴും നിൽക്കുന്നത് എങ്ങനെയാ? വടക്ക് തെക്കായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതൊരു ഇന്ന സ്ഥലം എത്തുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. ചിലപ്പോൾ അത് നോർത്ത് സൗത്തിൽ നിന്ന് അതിന് നേരെയല്ല എപ്പോഴും നിൽക്കുന്നത്. ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. ചിലപ്പോൾ അത് നോർത്ത് സൗത്തിന്റെ ഇടയ്ക്കോട്ട് ആ ബ്ലൂ കളറിലുള്ള സൂചി അങ്ങോട്ട് മാറാം, അല്ലെങ്കിൽ ഈ സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്കുള്ളത് അങ്ങോട്ട് മാറാം. പക്ഷെ അത് കൃത്യം എപ്പോഴും നിൽക്കുന്നത് നമ്മുടെ നോർത്ത് സൗത്ത് എന്ന രീതിയിലായിരിക്കും ആ സൂചി എപ്പോഴും നിൽക്കുന്നത്. അങ്ങനെയാണ് നോക്കിക്കേ സ്കൂളിന്റെ രേഖാചിത്രം. നമ്മളിപ്പോ മുമ്പേ ലീന സൂര്യനെ നോക്കി ദിക്ക് അറിയുന്ന പോലെ തന്നെ ഇവിടെ സ്കൂളിലെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ വലിയ പടവും തന്നിട്ട് നമ്മുടെ കേറ്ററ്റിന് ഒരിക്കലും ചോദിക്കാറില്ല. ദിക്കുകൾ സാധാരണഗതി മാത്സിനൊക്കെ ഈ PSC ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. രാമു വീട്ടിൽ നിന്ന് വടക്കോട്ട് നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് തെക്കോട്ട് നടന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് ഈ സൂചകങ്ങളും പിന്നെ ചിലപ്പം ഇപ്പൊ ലീനയുടെ കാര്യം ചോദിച്ചതുപോലെ ലീന ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ അത് എവിടെയായിരിക്കും, അല്ലെങ്കിൽ ഈ സാധനം എവിടെയായിരിക്കും, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലേ ഉള്ളൂ. സോഷ്യലിനകത്തും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസേ കൂടുതലായിട്ടും വരാറുള്ളൂ. പിന്നെ ഈ സിമ്പിൾസ് അത് 2 കാറ്റഗറിയിലേക്ക്, കാറ്റഗറി 1 ആയിക്കോട്ടെ കാറ്റഗറി 2 ആയിക്കോട്ടെ അതിൽ ചോദിക്കുന്നതാണ്.
ഇവിടെ തന്നിരിക്കുന്ന സ്കൂളിന്റെ രേഖാചിത്രം നോക്കിക്കേ. ഇവിടെ SH എന്ന് പറഞ്ഞ് മേളിൽ കിടക്കുന്നുണ്ടോ? അതിന് സ്റ്റേറ്റ് ഹൈവേ, നമ്മുടെ സംസ്ഥാന പാതയെ സൂചിപ്പിക്കുന്നതാണ് SH. പിന്നെ ഒരു ഗേറ്റ് ഉണ്ട്, ഇതുണ്ട് ഗേറ്റ് ഉണ്ട്, വര വര. പിന്നെ ഈ തന്നിരിക്കുന്ന സ്കൂളാണ്, നമ്മുടെ ഈ ഒരു പച്ച കളറിൽ ഇത് തന്നിരിക്കുന്നത് നമ്മുടെ സ്കൂള്. ഇനി ഇവിടെ പുക പോകുന്ന ഒരു സാധനം കണ്ടോ? അതാണ് നമ്മുടെ കഞ്ഞിപ്പുര. ഇനി കുഞ്ഞു കളറില് വട്ടത്തിലിരിക്കുന്നതാണ് നമ്മുടെ കിണർ. ഞാൻ പറഞ്ഞായിരുന്നു നീല കളർ ഏകദേശം വെള്ളത്തെ സൂചിപ്പിക്കുന്നതാണ്, അപ്പൊ അത് നമ്മുടെ കിണർ. ഇനി ഇത് നമുക്കറിയാം എന്താണ് നമ്മുടെ കൊടിമരം, നമ്മുടെ സ്റ്റേജ്. പിന്നെ പിന്നെ തന്നിരിക്കുന്നതാണ് ഇത്, ഇതാണ് കേട്ടോ സ്കൂള്. ഇതാണ് സ്കൂള്. ഇത് നമ്മുടെ ജസ്റ്റ് ഗ്രൗണ്ട് എന്ന രീതിയിലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ നമ്മുടെ SH എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്റ്റേറ്റ് ഹൈവേ, സംസ്ഥാന പാത. പിന്നെ ഇവിടെ നമ്മുടെ ദിക്കുകൾ അറിയുന്നുള്ള വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സൂചികകളും തന്നിട്ടുള്ളത്. ഇത് നന്ദനയുടെ സ്കൂളിന്റെ രേഖാചിത്രമാണ്. നോക്കിയേ, രേഖാചിത്രത്തിൽ നിന്ന് താഴെ കൊടുത്ത കാര്യങ്ങൾ കണ്ടെത്തൂ. നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. നോക്കിയേ, സ്കൂളിന്റെ ഏത് ദിക്കിലൂടെയാണ് സംസ്ഥാന പാത കടന്നു പോകുന്നത്? സ്കൂളിന്റെ ഏത് ദിക്കിലൂടെയാണ് സംസ്ഥാന പാത കടന്നു പോകുന്നത്? നോക്കിക്കേ, സ്കൂൾ ഏതാ? ഇതാണ് നമ്മുടെ, ഞാൻ മാർക്ക് ചെയ്താണ് ചുമല കളറിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കൂള്. സ്കൂളിനെ മാത്രം ഇപ്പൊ നോക്കിയാൽ മതി. സ്കൂളിന്റെ ഏത് ദിക്കിൽ കൂടെയാണ് നമ്മുടെ സംസ്ഥാന പാത? ഇതാണ് SH. ഇത് കടന്നു പോകുന്ന ഏത് ദിക്കിൽ കൂടെയാ? ഏത് ദിക്കിലൂടെയാണ് പോകുന്നത്? വടക്ക് അല്ലെ? വടക്ക് ദിക്കിലൂടെയാണ് നമ്മുടെ സംസ്ഥാന പാത കടന്നു പോകുന്നത്. ഇനി പാചകപ്പുരയുടെ ഏത് ദിക്കിലാണ് നമ്മുടെ കിണർ ഇരിക്കുന്നതെന്ന്? പാചകപ്പുര ഞാൻ പറഞ്ഞായിരുന്നു, ഈ പുക പോകുന്നൊരു സാധനം, അവന്റെ ഏത് ദിക്കിലാണ് ഈ കിണർ ഇരിക്കുന്നതെന്ന്. ഇപ്പൊ പാചകപ്പുര ഇതിനെടുത്താല് ഏത് ദിക്കിലാ? ഈ ഒരു സൈഡിലോട്ടല്ലേ? അപ്പൊ ഇത് ഏത് ദിക്കാ? കിഴക്ക്. അപ്പൊ നമ്മുടെ പാചകപ്പുരയുടെ കിഴക്ക് ദിക്കിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ കിണർ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊടിമരത്തിന്റെ ഏത് ദിക്കിലാണ് സ്റ്റേജ് ഇരിക്കുന്നത്? ഇത് നമുക്ക് പടം തന്നിട്ടുള്ളത് വളരെ എളുപ്പമാണ്, നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. പിന്നെ ഡയറക്ഷൻസ് നമുക്കറിയാലോ, വടക്ക്, തെക്ക്, പിന്നെ കിഴക്ക്, പടിഞ്ഞാറ്. അതായത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകാനുള്ള ചാൻസ് ഉള്ളൂ. കിഴക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് കിഴക്ക്, അത് ജസ്റ്റ് മാറിപ്പോകാനുള്ള ചാൻസ് ഉള്ളൂ. ബാക്കി നമുക്ക് ആ ഡയറക്ഷൻസ് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഇനി കൊടിമരത്തിന്റെ ഏത് ഭാഗത്താണ് നമ്മുടെ സ്റ്റേജ് ഇരിക്കുന്നത്? അതും കൊടിമരത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഏത് ഭാഗത്താ സ്റ്റേജ് ഇരിക്കുന്നത്? കിഴക്ക് ഭാഗത്ത് അല്ലെ? അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മുടെ സൂചകങ്ങളും തന്നിട്ടുണ്ട്, സ്കൂളിന്റെ രേഖാചിത്രവും തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ദിക്കുകളും അറിയാം, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നുള്ള ദിക്കുകളും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ ഇതുപോലെ നിങ്ങളുടെ സ്കൂളിന്റെ രേഖാചിത്രം പരിസര പൂർണ്ണ പുസ്തകത്തിൽ വരയ്ക്കും, നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇനി അടുത്ത് നോക്കി, ഇതുപോലെ തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ സവിശേഷതകൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങനെ സവിശേഷതകളൊന്നും വരുന്നില്ലല്ലോ, ജസ്റ്റ് ഈ ഒരു സ്ഥലങ്ങൾ തന്നിട്ട് അതിന്റെ അതും സൂചകങ്ങളുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കുറെ സ്കൂളുകളുണ്ട് കണ്ടോ, വീട് പോലെ ഇരിക്കുന്ന സ്കൂളുകളുണ്ട്. അതായത് 1-ാമത്തെ വാർഡിലും 9-ാമത്തെ വാർഡിലും 3-ാമത്തെ വാർഡിലും സ്കൂളിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. പിന്നെ ഈ റെഡ് കളറിൽ ഇവിടെ പോയിരിക്കുന്ന എന്താണ്? അത് റോഡിനെ സൂചിപ്പിച്ചിരിക്കുന്നു. പിന്നെ നീല കളറിൽ കണ്ടോ, ഈ നടുക്കൂടി ഇങ്ങനെ പോയിട്ടുണ്ട് നീല കളറിൽ, അതേതാണ്? നമ്മുടെ നദിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, നമ്മൾ സാധാരണ കാക്കകളെ വരയ്ക്കുമല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഒരു മല വരച്ചിട്ട് നമ്മളിങ്ങനെ കാക്കകളെ വരയ്ക്കില്ലേ, ആ കാക്കകളെ പോലെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ നെൽകൃഷിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു വട്ടത്തിൽ അത് നമ്മുടെ പൊതു കിണറുകൾ. അങ്ങനെയാണെങ്കിൽ ചരൽപ്പുഴ പഞ്ചായത്ത്, ഇടത്തറ പഞ്ചായത്ത്, പെരിയാപുരം പഞ്ചായത്ത്, പിന്നെ ഇതെന്താ? തമിഴ്നാട് ബോർഡർ. ഇപ്പൊ ഇങ്ങോട്ട് കടന്നാൽ തമിഴ്നാട്ടിലോട്ട് പോകും. അപ്പൊ ഇത്രയും ഭാഗം നമ്മുടെ കേരളമായിരുന്നു, അപ്പത്തോട്ട് പോയാല് തമിഴ്നാട്. അപ്പൊ കുറെ സൂചികളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ നമ്മുടെ ദിക്കുകൾ വെച്ച് ക്വസ്റ്റ്യൻസ് അവർ തൊട്ടടുത്ത പേജിൽ ചോദിച്ചിട്ടുണ്ട്, ഓരോന്നിന്റെ സവിശേഷതകളെ. ഇപ്പൊ നമ്മൾ 1-ാമത്തെ വാർഡ് എടുത്താല് 1-ാമത്തെ വാർഡിന്റെ സവിശേഷതകൾ എന്താ? ജസ്റ്റ് നമ്മൾ നോക്കിയാൽ എന്തൊക്കെ കാണാം? ഒരു പൊതു കിണറുണ്ട്. ഇപ്പൊ നമ്മൾ ആ സൂചികൾ നമ്മൾ കണ്ടല്ലോ. അപ്പൊ നമ്മൾ സൂചികൾ ഇല്ലെങ്കിൽ തന്നെ ജസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു പൊതു കിണറുണ്ട്. പിന്നെന്താ ഉള്ളത്? ഒരു സ്കൂളുണ്ട്. പിന്നെ അവിടെ നെൽകൃഷിയുണ്ട്. ജസ്റ്റ് അതിൽ കൂടെ ഒരു നദി കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇതെന്താ? ഈ ഡോട്ട് ലൈൻ നമ്മൾ രാവിലെ എന്നല്ല, നമ്മൾ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഈ ഡോട്ട് ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നതെന്നാ പറഞ്ഞേ? എന്തിനെ സൂചിപ്പിക്കുന്നത്? നമ്മൾ ഡോട്ട് ലൈൻ പറഞ്ഞ സംസ്ഥാന അതിർത്തിയെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ? അപ്പം ഈ സംസ്ഥാന അതിർത്തി ഇത് പങ്കിടുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ വാർഡ് നമ്പർ 1-ാമത്തെ വാർഡുകാർ, അതിന്റെ സവിശേഷതകൾ എന്താ? തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു, പൊതു കിണറുണ്ട്, സ്കൂളുണ്ട്,
പുഴയുണ്ട്. അങ്ങനെ ഓരോന്നിന്റെയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ ഓരോ വാർഡിന്റെയും പ്രത്യേകതകൾ. അങ്ങനെയാണ് 11ാമത്തെ വാർഡ് നോക്കിയാലോ, എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ നോക്കിയാൽ, എന്തൊക്കെ സൂചകങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഒരു പൊതു കിണറുണ്ട് അല്ലെ. പിന്നെ ഈ ചുമല കളറിൽ ഇവിടെ പോയിരിക്കുന്ന എന്താ, റോഡാണ്. ഒരു റോഡും പോയിട്ടുണ്ട്. ഇത്രയും പ്രത്യേകതകളേ ഉള്ളൂ ഈ 11ാം വാർഡുകാരെ സംബന്ധിച്ച്. ഇനി നമ്മൾ ഒരു 4ാം വാർഡുകാരെ എടുക്കുവാണെങ്കിലോ, അവിടെ എന്തൊക്കെയുണ്ട് നോക്കിയേ. റോഡ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നദി ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ആ നദിയെ ക്രോസ് ചെയ്തൊരു ഒരു ബ്രിഡ്ജും തന്നിട്ടുണ്ട്, ഒരു പാലവും തന്നിട്ടുണ്ട്. ഇനിയിപ്പോ 7ാം വാർഡുകാരെ സംബന്ധിച്ചിടത്താണെങ്കിൽ എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളത്. അവർക്ക് നെൽകൃഷിയുണ്ട്, അതുപോലെ തന്നെ ഒരു നദി കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സൂചികകൾ തന്നിട്ടുണ്ട്. ആ സൂചികകളുടെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ ദിക്കുകളുടെ അടിസ്ഥാനത്തില് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കേറ്ററ്റിനൊന്നും ഇങ്ങനെ പിക്ചേഴ്സ്, ഇത്രയും വലിയ വിശാലമായ പിക്ചേഴ്സ് ഒന്നും അല്ല. ജസ്റ്റ് സിമ്പിൾ തന്നിട്ട് ഇത് ഏതിനെ സൂചിപ്പിക്കുന്നു, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്, ഇത് ഏതിനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. ഇപ്പൊ ലീനയുടെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മൾ ആ സ്കൂളിന്റെ ചിത്രം കണ്ടല്ലോ, കൊടിമരത്തിന്റെ ഇന്ന സ്ഥലത്ത് ഇതാ നിൽക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ, അല്ലെങ്കിൽ അത് ഏത് ദിശയിലായിരിക്കും. ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് അത് എവിടെയാന്നുള്ള ആ ദിക്കുകൾ ഏതാന്ന് കൃത്യം, ആ ഒരു ആകൃതി ഉണ്ടല്ലോ, ആ ഒരു പ്ലസ് നമ്മുടെ അഡീഷന്റെ ആ ഒരു ഷേപ്പ്, അപ്പൊ ആ ഒരു ആകൃതി കൃത്യമായിട്ട് എവിടെയാണ് വടക്ക്, എവിടെയാണ് തെക്ക്, ഏതാണ് കിഴക്ക്, പടിഞ്ഞാറ് എന്നുള്ള ദിക്കുകൾ കൃത്യമായിട്ട് മാറിപ്പോവാതെ തന്നെ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചു വെക്കുക. അപ്പൊ നമുക്ക് സൂചനകൾ കണ്ടാലും അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് വലിയ കൺഫ്യൂഷൻ വരാതെ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ചിലത് വരുന്നുണ്ട് വടക്ക് തെക്ക്, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ്, കിഴക്ക് പടിഞ്ഞാറ്, അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ ടൈപ്പ് വരാം. അപ്പൊ അതിന്റെ സൂചകങ്ങളും ദിക്കുകളും നമ്മൾ ഓർത്തു വെക്കുക, നന്നായിട്ട് തന്നെ പഠിക്കാം. അപ്പൊ ഇതുപോലെ എന്താ നിങ്ങളുടെ പഞ്ചായത്തിന്റെ സവിശേഷത, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പഞ്ചായത്തുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ ഇപ്പുറത്തോട്ട് വടക്ക് ദിശയിൽ എന്താണുള്ളത്, തെക്ക് ദിശയിൽ ഏതാണുള്ളത്, അല്ലെ കിഴക്ക് ദിശയിൽ എന്താണുള്ളത്, ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. ഇനിയാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കിപ്പോൾ ഫോണുണ്ട്, നമുക്ക് അതുകൊണ്ട് ഗൂഗിളിൽ നോക്കിയാൽ മതി ഇന്ന സ്ഥലത്ത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സൂര്യന്റെ ഇത് വെച്ച് നമ്മൾ നോക്കി കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വടക്ക് നോക്കി യന്ത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഇന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോ നിൽക്കുന്നതിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഇന്ന കാര്യം ഇരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അതായത് സൂചകങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ദിക്കുകളും അറിയാമെങ്കിൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അപ്പൊ ഇവിടെ ആ പഞ്ചായത്തിന്റെ ഫോട്ടോസ് വന്നിട്ട് അതിൻ്റെ അകത്ത് സവിശേഷതകൾ, അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പൊതുകിണറ്, റോഡ്, സംസ്ഥാന അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെ, അതൊക്കെയാണ് നമ്മൾ അവിടെ കണ്ടത്. ഇനി നോക്കിക്കേ, എന്റെ ജില്ല. എന്റെ ജില്ല എന്ന് പറഞ്ഞ ഇവിടെ എന്താ, കേരളത്തിന്റെ ഭൂപടത്തിൽ സ്വന്തം ജില്ല കണ്ടെത്തൂ, സ്വന്തം ജില്ലയുടെ രേഖാചിത്രത്തിൽ താഴെ കൊടുത്തവ അടയാളപ്പെടുത്തുക. അതായത് അയൽ ജില്ലകള്, ജില്ലാ ആസ്ഥാനം, വിനോദസഞ്ചാര കേന്ദ്രങ്ങള്, നദികള്. നമ്മുടെ ഇപ്പം ഇവിടെ എടുത്താൽ, നമ്മൾ കോട്ടയം ജില്ല എടുത്താൽ, കോട്ടയം ജില്ലയായിട്ട് അയൽ ജില്ലകൾ ഏതൊക്കെ, ആലപ്പുഴ വരും, എറണാകുളം വരും. അങ്ങനെ അയൽ ജില്ലകൾ ഏതൊക്കെ, ജില്ലാ ആസ്ഥാനം നമ്മുടെ കോട്ടയം തന്നെ. പിന്നെ കോട്ടയത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങള് നമ്മൾ പറഞ്ഞായിരുന്നു, അതിനെ അടയാളപ്പെടുത്തുന്ന ഏതാ, ഒരു കൊടയുടെ സിമ്പിൾ ആയിരുന്നു. പിന്നെ നദികളെ അടയാളപ്പെടുത്താൻ ജസ്റ്റ് നമ്മളൊരു ബ്ലൂ കളറിൽ നീളത്തിൽ വരച്ചാൽ മതി. പിന്നെ മറ്റെന്തെല്ലാം രേഖപ്പെടുത്താം, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ പ്രധാനമായിട്ടും. ഇനി വിമാനത്താവളം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിന്റെ സൈൻ വരയ്ക്കും, വിമാനത്തിന്റെ സൈൻ വരയ്ക്കും. പിന്നെ കിണറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വട്ടത്തില് കിണറിന്റെ സിമ്പിൾ വരയ്ക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങളൊക്കെ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് എല്ലാവർക്കും. ഓക്കെ, നോക്കിക്കേ, ഇതാണ് ഞാൻ പറഞ്ഞ നിറങ്ങൾ. അതായത് കറുപ്പ് നിറം, നീല നിറം ഒക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഞാനത് ഗ്രൂപ്പിൽ ഇട്ട് തന്നോളാം. പക്ഷെ നിങ്ങൾ എഴുതി പോകുന്നതായിരിക്കും, കേൾക്കുമ്പോൾ തന്നെ അത് എഴുതി പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നിങ്ങളുടെ മൈൻഡിൽ നിന്ന് തന്നെ വരുമ്പോൾ അത് കേട്ട് എഴുതുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾ പഠിക്കാം. നീല ആർക്ക് തന്നെ മാറിപ്പോവില്ല, കാരണം അത് ഏറ്റവും കൂടുതൽ വെള്ളം എന്നുള്ള അതിനെ സൂചിപ്പിക്കുന്നതാണ് നീല എന്നുള്ളത്. അപ്പൊ നദികള്, കിണറ്, കുളം, ആ ഒരു രീതിയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന അത് ഏത് നിറമായിരിക്കും, എപ്പോഴും നീല എന്നുള്ള നിറമായിരിക്കും. പിന്നെ ബാക്കി നിറങ്ങൾ അത് ഇമ്പോർട്ടന്റ് ആണ്. കൂടുതലായിട്ട് ഈ തവിട്ട് നിറം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. തവിട്ട് നിറം, തവിട്ട്, മഞ്ഞയൊക്കെ കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പിന്നെ പച്ച നമുക്കറിയാം കൃഷി സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളത്. അപ്പൊ ഈ നിറങ്ങൾ വെച്ചിട്ടുള്ള സൂചകങ്ങൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഭൂസവിശേഷതകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കി, കറുപ്പ് നിറം. കറുപ്പ് നിറം എന്തിനൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്,
അതായത് അക്ഷാംശ രേഖാംശ രേഖകള്, വരണ്ട ജലാശയങ്ങള്, റെയിൽപാത, ടെലഫോൺ, ടെലഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ. നമ്മൾ കണ്ടായിരുന്നു സംസ്ഥാന അതിർത്തികളും നമ്മുടെ റെയിൽ പാളങ്ങളും ഒക്കെ കറുപ്പ് നിറത്തിലാണ് നമ്മൾ വരച്ചത് അല്ലെ. അപ്പൊ അതെല്ലാം കറുപ്പ് നിറം. ഇപ്പൊ കറുപ്പ് നിറത്തിൽ നമുക്ക് ഓപ്ഷൻസ് തരും. എന്താ റെയിൽപാത, കുളം, പിന്നെ കൃഷിസ്ഥലങ്ങള്, പിന്നെ അതുപോലെ തന്നെ വയല്, അങ്ങനെ തന്നിട്ട് കറുപ്പ് നിറം ഇതിൽ ഏതാണ് സൂചിപ്പിക്കുന്നത്, ഏത് ഭൂസവിശേഷതയാണ് സൂചിപ്പിക്കുന്നത് ക്വസ്റ്റ്യൻ വരും. അത് വന്നിട്ടും ഉള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ആ നിറം ഓർത്തിരിക്കുക, ഏതിനെയാണ് സൂചിപ്പിക്കുന്നുള്ളത്. അപ്പൊ കറുപ്പ് നിറമാണെങ്കിൽ റെയിൽപാത വരും. പിന്നെ ഈ കോണ്ടൂർ രേഖകള്, ടെലഫോൺ, ടെലഗ്രാഫ് ലൈനുകള്, അതിർത്തി രേഖകള്, അല്ല കോണ്ടൂർ രേഖകളല്ല അതിർത്തി രേഖകള്, ഇതെല്ലാം നമ്മുടെ കറുപ്പ് നിറത്തിന്റെ അകത്ത് വരുന്നതാണ്. ഇനി നീലയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ജലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരും, നീല നിറത്തിന്റെ അകത്ത് വരും. അത് സമുദ്രങ്ങള്, നദികള്, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ, അതെപ്പോഴും ജലസാന്നിധ്യമുള്ള ജലാശയങ്ങള്, ജലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിന്റെ നിറം എന്തായിരിക്കും, നീലയായിരിക്കും. അത് പിന്നെ നല്ല എളുപ്പമല്ലേ, നീലയായിരിക്കും. അപ്പൊ നീല അങ്ങനെ പൊതുവെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പൊ നീലയാണെങ്കിൽ അത് ജലവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അത് അങ്ങനെ ഓർത്തിരിക്കാം. ഇനി വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും, ഫലവൃക്ഷത്തോട്ടങ്ങൾ, ഇതെല്ലാം ഏത് നിറമാണ്, പച്ച നിറം. അപ്പൊ പച്ച നിറത്തിൽ വരുന്നതാണ് ഏത്, വനങ്ങള്, പുൽമേടുകള്, പിന്നെ മരങ്ങളും കുറ്റിച്ചെടികളും, ഫലവൃക്ഷത്തോട്ടങ്ങൾ. ഈ ഭൂസവിശേഷതകളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്, പച്ച. അത് നമുക്ക് വലിയധികം കൺഫ്യൂഷൻ വരത്തില്ല, കാരണം നമ്മൾ വരയ്ക്കുമ്പോഴെല്ലാം ചെടികൾക്കും പുല്ലിനും എല്ലാം നമ്മൾ കൊടുക്കുന്ന നിറം പച്ചയാണ്. അപ്പൊ പിന്നെ അത് വലിയ കൺഫ്യൂഷൻ വരത്തില്ല. പക്ഷെ അടുത്ത് കൃഷിസ്ഥലങ്ങൾ. അപ്പൊ ഈ കൃഷിസ്ഥലങ്ങൾ നമ്മൾ ചിലപ്പോൾ പച്ചയിൽ കൊണ്ടേ കറപ്പിച്ചു വെക്കും, പക്ഷെ കൃഷിസ്ഥലങ്ങൾ ഏതിൻ്റെ അകത്താണ്, മഞ്ഞ നിറമാണ്. അപ്പൊ ഭൂസവിശേഷതകളില് കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം എന്ന് പറയുന്നത് മഞ്ഞയാണ്. പക്ഷെ അത് മറന്നു പോരുത്. അപ്പൊ കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ. ചിലപ്പോ ഓപ്ഷനില് വേറെ ഏതെങ്കിലും ഒരു ചിലപ്പോ കൃഷിസ്ഥലങ്ങള്, വനങ്ങള്, പാർപ്പിടങ്ങള്, പിന്നെ പുൽമേടുകൾ എന്നൊക്കെ തരാം. അപ്പൊ നമ്മൾ ഓർക്കും ഈ പുൽമേടങ്ങളും വനങ്ങളും കൃഷിസ്ഥലങ്ങളും എല്ലാം പച്ചപ്പ് നിറഞ്ഞതാണല്ലോ, പാർപ്പിടം പച്ചപ്പ് നിറഞ്ഞതല്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ മഞ്ഞ അതായിരിക്കും എന്ന് ഓർത്ത് ചിലപ്പോൾ അത് പോയി ബബിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മാറിപ്പോകാതെ തന്നെ ഓർക്കുക, കൃഷിസ്ഥലങ്ങൾ എന്നുള്ളത് മഞ്ഞ നിറമാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി നമ്മുടെ മരങ്ങളും ചെടികളും ഒക്കെ വരുന്നതെല്ലാം പച്ചക്കകത്തും, കൃഷിസ്ഥലം എന്നുള്ളത് വരുന്നത് മഞ്ഞക്കകത്തുമാണ്. ഇനി തരിശു ഭൂമിയാണെങ്കിലോ അത് വെള്ള നിറം സൂചിപ്പിക്കും. തരിശു ഭൂമിയാണെങ്കിൽ വെള്ള നിറമായിരിക്കും സൂചിപ്പിക്കുന്നത്. ഇനി ചുവപ്പാണെങ്കിൽ പാർപ്പിടങ്ങള്, റോഡ്, നമ്മൾ കണ്ടായിരുന്നല്ലോ ഇപ്പൊ റോഡ് റെഡ് കളറിൽ കിടക്കുന്നത് റോഡ്, പിന്നെ പാതകള്, ഗ്രിഡ് ലൈനുകൾ, അതായത് ഈസ്റ്റിങ്ങും നോർത്തിങ്ങും അവയുടെ നമ്പറുകൾ അതിലെന്താ തന്നിരിക്കുന്നതാണ് ചുവപ്പ് നിറത്തിലുള്ളത്. അപ്പൊ ചുവപ്പ് അങ്ങനെ വലിയധികം ചോദിച്ചു കണ്ടിട്ടില്ല. മഞ്ഞയും പിന്നെ നമ്മുടെ തവിട്ടും കറുപ്പും ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് മിസ്സാക്കാതെ എല്ലാ നിറങ്ങളും തന്നെ നോക്കുക. ഇനി അടുത്ത് നമ്മുടെ തവിട്ട് വരുന്നതാണ് നമ്മുടെ കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും, പിന്നെ ഈ മണൽ കൂനുകളും മണൽ കുന്നുകളും ഒക്കെ ഏത് നിറം സൂചിപ്പിക്കുന്നതാണ്, നമ്മുടെ തവിട്ട് നിറം. ഈ കോണ്ടൂർ രേഖകൾ എന്നൊക്കെ പറയുന്നത് എന്താ, നമ്മുടെ ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് എന്ത്, കോണ്ടൂർ രേഖകൾ. അത് നമ്മൾ ജസ്റ്റ് ഭൂപടങ്ങൾ വിവിധ തരത്തിലുള്ള ഭൂപടങ്ങളുണ്ട്, ധരാതലീയ ഭൂപടം എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറെ ഭൂപടങ്ങൾ സോഷ്യലിനകത്ത് പഠിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊക്കെ പറയുന്നതാണ് ഈ കോണ്ടൂർ രേഖകൾ. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പൊ ഇതിനെ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖകളുണ്ട്, അതാണ് നമ്മൾ കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. അപ്പൊ കോണ്ടൂർ രേഖകളെയൊക്കെ സൂചിപ്പിക്കുന്ന നിറവും തവിട്ടാണ്. അപ്പൊ ഈ നിറങ്ങളും ആ ഭൂസവിശേഷതകളും ഓർത്തിരിക്കണം, പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളും പിന്നെ സൂചകങ്ങളുമാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ഗ്രൂപ്പിലിട്ട് തന്നോളാം കേട്ടോ, എന്ന് പറഞ്ഞാൽ ആരും മടിയൊന്നും പിടിച്ചിരിക്കല്ലേ, നോട്ട് എഴുതി തന്നെ പോകണം കേട്ടോ, പഠിക്കാൻ എളുപ്പത്തിന്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് നോട്ട് എഴുതുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ മൈൻഡിൽ നിൽക്കുക. ഞാനിവിടെ എത്ര പറഞ്ഞാലും നിങ്ങളത് ജസ്റ്റ് ഇത് കുഴപ്പമില്ല, ഇത് അറിയാം, അല്ലെങ്കിൽ കേട്ട് പോയാൽ മതി, അല്ലെ ഗ്രൂപ്പിൽ ഇടൂലോ, ഇത് കഴിയുമ്പോൾ ഗ്രൂപ്പിൽ ഇടൂലോ എന്ന് ഓർത്തിരുന്നാല് അതിനേക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന നോട്ടുകൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ തന്നെ എഴുതി പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ മൈൻഡിൽ നിൽക്കും. അപ്പൊ അങ്ങനെ എഴുതി പോകണത് വളരെ എളുപ്പമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. നമ്മൾ സൂചകങ്ങൾ, സിമ്പിൾസ് കണ്ടു. അത് ഏത് സവിശേഷതകൾ, അല്ലെങ്കിൽ പ്ലെയിനിന്റെ സിമ്പിൾ കണ്ടാൽ അത് വിമാനത്താവളമാണ്, റെയിൽവേ ക്രോസിൻ്റെത് കണ്ടാൽ അത് റെയിൽവേ ക്രോസ് ആണ്, SH എന്ന് കണ്ട് 2 വരയുടെ നടുവിൽ SH എന്ന് കണ്ടാൽ അത് സ്റ്റേറ്റ് ഹൈവേ, സംസ്ഥാന പാതയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സൂചകങ്ങള്, പിന്നെ നമ്മുടെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, അത് നോർത്ത്, സൗത്ത്,
വെസ്റ്റ് ഈസ്റ്റ് ആ ദിക്കുകൾ മാറിപ്പോകാതെ ഓർക്കുക. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇത് ദിക്കുകളെ നമുക്ക് ദിക്ക് കളി കളിക്കണ്ട, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണോ ഞാൻ പറഞ്ഞില്ലായിരുന്നു വടക്ക് പടിഞ്ഞാറ്. നോക്കിക്കേ, നമ്മുടെ ദിക്കുകൾ പ്രധാനമായിട്ട് ഈ 4 നമ്മുടെ വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. അതിൽ ഈ വടക്ക് കിഴക്ക്, അതായത് വടക്കിനും കിഴക്കിനുമായിട്ട് ഇടയിൽ വരുന്നത് നമ്മൾ എന്താ പറയാ, വടക്ക് കിഴക്കെന്ന് പറയും. ഇനി കിഴക്കിനും തെക്കിനും ഇടയ്ക്കാണെങ്കിൽ തെക്ക് കിഴക്കെന്ന് പറയും. പടിഞ്ഞാറിനും തെക്കിനും ഇടയ്ക്കാണെങ്കിൽ തെക്ക് പടിഞ്ഞാറെന്ന് പറയും. വടക്കിനും പടിഞ്ഞാറിനും ഇടയ്ക്കാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് പറയും. അത് ജസ്റ്റ് അവരോട് കളിക്കാനാ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ ബോംബ് സിറ്റി കളി അല്ലെ കുളങ്കരൊക്കെ കളിക്കുന്ന പോലെ വടക്കെന്ന് പറയുമ്പോൾ വടക്കിലോട്ട് ചാടണം, വടക്ക് കിഴക്കാണ് ഇങ്ങോട്ട് ചാടണം. അത് തെറ്റിപ്പോകാതെ കളിക്കുന്ന ഒരു കളിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കണ്ട, പക്ഷെ ഇത് നോക്കാം. നമ്മളിപ്പോ പഠിച്ച കുറച്ച് കാര്യങ്ങളുമായിട്ട് വെച്ചാൽ, അതായത് ഏത് ദിക്കിൽ മൃഗശാലയിലെ നിരീക്ഷണ ഗോപുരത്തിലാണ് ലിയാന ഇപ്പോൾ നിൽക്കുന്നത്? അതുകൊണ്ട് നടുക്കൊരു നിരീക്ഷണ ഗോപുരം കണ്ടോ? നമ്മുടെ ഈ ടവർ ഒക്കെ ഉണ്ടല്ലോ, നമ്മള് കടലിൽ നമ്മുടെ ലൈറ്റ് ഹൗസ് ഇല്ലേ, അതുപോലെ ഒരു ടവർ ഒക്കെ നിൽപ്പുണ്ട്. അപ്പൊ അതിൽ നിന്നിട്ട് അവള് നിരീക്ഷിക്കുകയാണ്. ഗോപുരത്തിന്റെ ഏത് ദിക്കിലാണ് ഓരോ ജീവിയെന്ന് എഴുതൂ. അപ്പൊ നമുക്ക് ചുമ്മാ ജസ്റ്റ് പറഞ്ഞു നോക്കിയാല് നമ്മുടെ സിംഹം ഏത് ദിക്കിലാണ് ഇരിക്കുന്നത്? അവള് നിൽക്കുന്നത് ഇവിടെയാണ്, ഗോപുരത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിംഹം ഏത് ദിക്കിലാണ് നിൽക്കുന്നത്? വടക്ക് അല്ലെ? ആനയാണെങ്കിലോ പെട്ടെന്ന് നോക്കി നമ്മൾ പറയും കിഴക്കാണ്. നമ്മൾ പറയും ദിക്ക് പറയുന്നത് എങ്ങനെയാ, അവര് നിൽക്കുന്ന ആ സ്ഥലം വെച്ചിട്ടാ പറയുന്നത്. ഇപ്പൊ അവള് നിൽക്കുന്നത് എവിടെയാ? ഈ ഗോപുരത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് അവൾ ആ ദിക്കുകൾ പറയുന്നത്. അവൾ നിൽക്കുന്നതിന്റെ ഡയറക്ഷൻസ് ആണ്. ഇനി അടുത്ത് നമ്മുടെ കുതിര നിൽക്കുന്നത് പടിഞ്ഞാറാണ്, മുതല നിൽക്കുന്നതോ തെക്കാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട്. ഗോപുരത്തിന്റെ വടക്ക് ദിക്കിലുള്ള ജീവി ഏത്? ഇതാണ് നമ്മുടെ ഗോപുരം, നമ്മൾ കണ്ടായിരുന്നു. അതിന്റെ വടക്ക് ദിക്കിലുള്ള ജീവി ഏതാ? നമ്മുടെ കാട്ടിലെ രാജാവായ നമ്മുടെ സിംഹച്ചാരാണ് വടക്ക് ദിക്കിൽ നിൽക്കുന്ന ജീവി. ഇനി അടുത്തത്, ഒട്ടകം ഗോപുരത്തിന്റെ ഏതു ദിക്കിലാണ്? നോക്കിക്കേ, ഒട്ടകം ഗോപുരത്തിന്റെ ഏത് ദിക്കിലാണ്? നമ്മുടെ ഒട്ടകം എന്ത് ചെയ്യും? ഒട്ടകച്ചാർ ഇവിടെ നിൽപ്പുണ്ട്. ഒട്ടകം ഏത് ദിക്കിലാണ് നിൽക്കുന്നത്? നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഭാഗം കിഴക്കാണ്, ഈ ഭാഗം തെക്കാണ്. നമ്മുടെ മുതൽ നിൽക്കുന്ന ഭാഗം തെക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഏകദേശം നടുക്കായിട്ടല്ലേ വരുന്നേ. അപ്പൊ നമ്മൾ ഈ ഭാഗത്തിന് എന്ത് പറയും? തെക്ക് കിഴക്ക് ഭാഗത്താണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ഒട്ടകം നിൽക്കുന്നത്. അപ്പൊ ഒട്ടകം നിൽക്കുന്ന ദിക്ക് ഏതാണ്? തെക്ക് കിഴക്ക്. അങ്ങനെയാണെങ്കിൽ ഗോപുരത്തിന്റെ ഏത് ദിക്കിലാണ് കുതിര? അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു. ഗോപുരത്തിന്റെ ഏത് ദിക്കിലാ? പടിഞ്ഞാറേ ദിക്കില, അതായത് വെസ്റ്റിലാണ് നമ്മുടെ കുതിര നിൽക്കുന്നത്. ഇനി ഗോപുരത്തിന്റെ ഏത് ദിക്കിലാണ് മുതല? മുതല നിൽക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. മുതല നിൽക്കുന്നത് എവിടെയാ? തെക്ക് ഭാഗത്ത്, അതായത് സൗത്തിലാണ് നമ്മുടെ മുതല നിൽക്കുന്നത്. ഇനി പാമ്പിന്റെ സ്ഥാനം എവിടെയാ? നമ്മൾ പറഞ്ഞായിരുന്നു പടിഞ്ഞാറ്, അതായത് ഈ പടിഞ്ഞാറിനും തെക്കിനും നടുവിലായിട്ടാണ് നമ്മുടെ പാമ്പ് നിൽക്കുന്നത്. അപ്പൊ പാമ്പിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏത് വരും? തെക്ക് പടിഞ്ഞാറ് എന്നുള്ള ദിശയിലാണ് നമ്മുടെ പാമ്പ് നിൽക്കുന്നത്. ഇത് ജസ്റ്റ് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് ദിക്കുകളാണ് അവർ നിൽക്കുന്നത് വെച്ചിട്ട് ഡയറക്ഷൻസ് ഇന്ന ഭാഗത്ത് ഇന്നതാണ് നിൽക്കുന്നത് അറിയാൻ വേണ്ടി, അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഫോട്ടോസ് കാണിച്ചിട്ട് നോക്കുന്നത്. അപ്പൊ നമുക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു ടൈപ്പിലേ വരുള്ളൂ. ഇന്നയാളുടെ ഇന്ന ഭാഗത്ത് ഇന്നയാൾ നിൽപ്പുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന എന്തായിരിക്കും? ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടേ, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഇന്ന സാധനങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ നമുക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് നമ്മുടെ മൈൻഡിൽ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മളാണ് ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഇടത്തേത് വലത്തേത്, അല്ലെങ്കിൽ നമ്മുടെ വടക്ക് തെക്ക് ഏത് ഭാഗം വരും എന്നുള്ളത് ആലോചിച്ച് നോക്കി തന്നെ ആ ക്വസ്റ്റിന്റെ ആൻസർ എഴുതാൻ നോക്കുക. ഇനി അടുത്ത നോക്കിയേ, സൂചിക നിർമ്മിക്കാം. നമുക്ക് സൂചിക നിർമ്മിക്കേണ്ട, നമ്മൾ അങ്ങനെ സൂചിക നിർമ്മിക്കേണ്ട കാര്യമില്ല. പക്ഷേ ജസ്റ്റ് ഓർത്ത് നോക്കുക. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ നമ്മൾ ബിൽഡിങ്ങുകൾ വരയ്ക്കുന്ന സാധാരണഗതിയിൽ ഒരു സ്ക്വയർ മാത്രമേ വരയ്ക്കാറുള്ളൂ. പിന്നെ അതിൻ്റെ അത് വീടുകളാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഒരു പിയും കൂടെ, ഒരു വീട് പോലെ വരച്ചിട്ട് ഒരു പിയൂടെ വരച്ചാൽ നമുക്ക് അങ്ങനെ വരയ്ക്കേണ്ട കാര്യമില്ല. പുഴയാണെങ്കിൽ നമുക്കറിയാം നീല കളറിൽ വരച്ചാൽ മതി, വരയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ സൂചകങ്ങൾ ഓർത്തിരിക്കാം. ഇനിയുള്ളതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. നോക്കിക്കേ, നമ്മൾ പറഞ്ഞ കാര്യമാണ് ദിക്കറിയാനുള്ള ഉപകരണത്തിന്റെ പേര് ഏതാണ്? ദിക്കറിയാനുള്ള ഉപകരണത്തിന്റെ പേര് തെർമോമീറ്റർ ആണോ, സ്പീഡോമീറ്റർ ആണോ, വടക്ക് നോക്കി യന്ത്രമാണോ, ദൂരദർശിനിയാണോ? നമ്മുടെ ദിക്കറിയുന്നതിനുള്ള യന്ത്രം ഇതിൽ ഏതാണ്? നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഏതാണ് നമ്മുടെ ദിക്കറിയുന്നതിനുള്ള ഉപകരണത്തിന്റെ പേര്? വടക്ക് നോക്കി യന്ത്രം അല്ലെ? നമ്മുടെ ദിക്കറിയുന്നതിനുള്ള ഉപകരണത്തിന്റെ പേരാണ് എന്ത്? വടക്ക് നോക്കി യന്ത്രം. തെർമോമീറ്റർ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തിനു വേണ്ടിയാണ് തെർമോമീറ്റർ?
അന്തരീക്ഷത്തിലെ താപം അളക്കുന്നതിനുള്ളതായിരുന്നു എന്ത് നമ്മുടെ തെർമോമീറ്റർ അല്ലെ. ഇനി നോക്കിക്കേ, ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നോക്കിയേ, ഒരു ഭൂപടം, നമ്മുടെ കയ്യിൽ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. അതിൽ ഈ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ദിക്കുകൾ വരയ്ക്കുമ്പം മുകളിലെ താഴെ പിന്നെ ഇടത്തെ വലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ദിക്കുകൾ വരയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നതല്ലേ, അത് ഏത് ഭാഗത്തെ മുകൾ ഭാഗം സൂചിപ്പിക്കുന്നത്? കിഴക്കാണോ, പടിഞ്ഞാറാണോ, തെക്കാണോ, വടക്കാണോ? നമുക്കറിയാം, ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? വടക്ക്. അപ്പൊ ഇതിന്റെ ഉത്തരവായിട്ട് വരുന്നത് വടക്ക്. ഇനി അത് തിരിച്ചു വേണമെങ്കിലും ചോദിക്കാം, ഒരു ഭൂപടത്തിന്റെ ഇടത്തെ ഭാഗം സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ വലത്തെ ഭാഗം സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭൂപടത്തിന്റെ താഴ്ഭാഗം സൂചിപ്പിക്കുന്ന ഏതാണ്? തെക്കാണോ, വടക്കാണോ, കിഴക്കാണോ, പടിഞ്ഞാറാണോ? അതെങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും ചോദിക്കാം. അത് കൃത്യമായിട്ടാ അതിങ്ങനെ തന്നെ ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, നമുക്ക് റഫ് പേജ് ഉണ്ടല്ലോ, ഒന്ന് വരച്ചു നോക്കാം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്നുള്ള വരച്ചു നോക്കുക. എന്നിട്ട് ഓർത്ത് നോക്കുക. അതിന്റെ മലയാളം പേരും പഠിക്കണം, ഇംഗ്ലീഷ് പേരും പഠിക്കണം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക് എന്നുള്ള ആ ഒരു പേരുകൾ ഓർത്തിരിക്കുക. എന്നിട്ട് വരച്ചു നോക്കിയാൽ മതി. ഏതായിരിക്കും മുകളിൽ വരുന്നത്, ഏതായിരിക്കും താഴെ വരുന്നത് എന്നുള്ള ആ ദിക്കുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനിയാണ് നമ്മുടെ സിമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, താഴെ കൊടുത്ത ചിഹ്നങ്ങൾ ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഡോട്ടഡ് ലൈൻ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡോട്ടഡ് ലൈൻ എന്തിനെയായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നത് നമ്മൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നായിരുന്നു പറഞ്ഞത്. ആദ്യത്തെ ആ ഒരു പേജ് തൊട്ടേ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തിനെ സൂചിപ്പിക്കുന്ന പറഞ്ഞേ? നമ്മുടെ സംസ്ഥാന അതിർത്തിയെ സൂചിപ്പിക്കുന്നതാണ് ഏത്? ഈ ഡോട്ടഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഷാർപ്പൺ രീതിയിലുള്ള ഈ ഒരു ലൈൻ വന്നിരിക്കുന്ന ഏതാ? സംസ്ഥാന അതിർത്തിയെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ റെയിൽവേ പാളം. അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതെന്താണ്. റെയിൽവേ ക്രോസ് അല്ലെങ്കിൽ റെയിൽവേ പാതയെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ചിത്രം. ജസ്റ്റ് 2 ലൈന്, അതിന് നടുക്ക് ഡാർക്കനായിട്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് അത് വരച്ചിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിൽ. അപ്പൊ അത് ഏതാണ്? റെയിൽ പാതയെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത SH എന്നുള്ളത് ഏതായിരുന്നു? സംസ്ഥാന പാത, അതായത് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയെ സൂചിപ്പിക്കുന്നതാണ്. SH നിട്ടിട്ടുണ്ട്. SH നിട്ടിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയെ സൂചിപ്പിക്കുന്ന സിമ്പൽ SH. പിന്നെ നമുക്ക് ലാസ്റ്റത്തെ അറിയാലോ, നമ്മുടെ ഇതാരാ? നമ്മുടെ പുഴ അല്ലെങ്കിൽ നദിയെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു പിക്ചർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ട് ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞു പോകുന്ന സൂചകങ്ങളും അതുപോലെ തന്നെ അതിന്റെ സിമ്പൽസ്, പിന്നെ നമ്മുടെ ദിക്കുകൾ. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത്. പിന്നെ പലതരത്തിലുള്ള ഭൂപടങ്ങളുണ്ട്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ആരാണ് അറ്റ്ലസ് നിർമ്മിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് സോഷ്യലിനകത്താണ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പക്ഷി സങ്കേതങ്ങളെ കുറിച്ചും വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചും നദികളെ കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞു പോകണമെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറയാണ്. ഞാൻ ഇതിന്റെ നോട്ട് ഗ്രൂപ്പിൽ ഇട്ടോളാം. പിന്നെ അത് നമുക്ക് ഇനി വരുന്ന ചാപ്റ്ററിൽ ഇത് കൂടുതലായിട്ടും പറയും. അപ്പോഴും നിങ്ങളിത് ഓർത്തിരിക്കണം. നമ്മൾ പറഞ്ഞായിരുന്നു കേരളത്തിൽ പ്രധാനമായിട്ടും നദികൾ എത്ര എണ്ണം ഉണ്ട്? 44 നദികളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. പ്രധാനമായിട്ട് 44 നദികളുണ്ട് നമ്മുടെ കേരളത്തിൽ. 44 നദികളിൽ ഞാൻ പറഞ്ഞായിരുന്നു 41 എണ്ണം എങ്ങോട്ട് പോവും? പടിഞ്ഞാറോട്ടും പോവും. ഒരു 3 എണ്ണം എങ്ങോട്ടാ പോകുന്നേ? കിഴക്കോട്ടും പോവും. 44 എണ്ണത്തിലെ 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഒരു 3 എണ്ണം മാത്രം കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ആ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ പേരുകളാണ് നമുക്കറിയാം, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. കബനി, ഭവാനി, പിന്നെ നമ്മുടെ പാമ്പാർ. പമ്പയല്ല കേട്ടോ, പാമ്പാറാണ്. ഓക്കെ, കബനി, ഭവാനി, പാമ്പാർ, ഈ 3 നദികളാണ് നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ബാക്കി എല്ലാ നദികളും, നമ്മുടെ 41 നദികളും പടിഞ്ഞാറോട്ടാണ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പിന്നെ വരുന്ന ഭാരതപ്പുഴ, പിന്നെ പമ്പ. അതിനൊരു ഓർഡർ ഉണ്ട്. അപ്പൊ ഇതൊന്നും ഞാൻ കൂടുതലായിട്ട് ഇപ്പൊ പറയുന്നില്ല കേട്ടോ. അതൊക്കെ ഓരോ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു നോക്കണം. ജസ്റ്റ് ഞാനതൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. 44 നദികളാണുള്ളത്, അത് മറക്കരുത്. 44 നദികൾ, അതിൽ 3 എണ്ണം കിഴക്കോട്ടും ബാക്കി 41 എണ്ണവും പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ജസ്റ്റ് ആ ഒരു കാര്യം ഓർത്തു നോക്കാം. ഇനി വരുന്ന ക്ലാസ്സുകളിലും ഇതിനെ സംബന്ധിച്ച് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ അതിന് ഉത്തരം പറയണം കേട്ടോ. പിന്നെയുള്ളതാണ് നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ. അതൊരു 18 എണ്ണത്തോളം നമ്മുടെ കേരളത്തിലുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഏതൊക്കെയാ? സൈലന്റ് വാലി പറയും, ഇരവികുളം പറയും, പിന്നെ പെരിയാർ നമ്മുടെ ടൈഗർ റിസർവ് പറയും, ശെന്തുരുണി, പിന്നെ മുത്തങ്ങ വന്യജീവി സങ്കേതം. അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്. പക്ഷെ മൊത്തത്തിലൊരു
18 ഉണ്ട് നമ്മുടെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ടതാണ് പക്ഷി സങ്കേതങ്ങൾ. നമുക്കറിയാം ഏറ്റവും പക്ഷി സങ്കേതമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഒരാളെ കുറിച്ച് പറയും. നമുക്ക് 5ാം ക്ലാസ്സിൽ അത് പറയുന്നുണ്ട്. ആ ഒരാളെ കുറിച്ച് ഡോക്ടർ സലീം അലി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം. അദ്ദേഹത്തിന് ആത്മകഥ ചോദിച്ചിട്ടുള്ളതാണ് കേറ്ററ്റിന്. ഏതാണ് നമ്മൾ ഡീലഡിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തും അത് പറയുന്നുണ്ട്. ഏതാ ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്ന ആരുടെ ആത്മകഥയാ? അത് ഒരു തവണ ചോദിച്ചതാണ്. ഒരു കുരുവിയുടെ പതനം, അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്തെന്ന്. ഒരു കുരുവിയുടെ പതനം എന്നുള്ളത് നമ്മുടെ ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയുടെ പേരാണ്. അത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പക്ഷി സങ്കേതമാണ് ഏത്? തട്ടേക്കാട് പക്ഷി സങ്കേതം. അപ്പൊ അങ്ങനെ പ്രധാനമായിട്ട് തട്ടേക്കാട്, പിന്നെ മംഗളവനം, ചൂളന്നൂര്, കുമരകം, പിന്നെ കടലുണ്ടി, അങ്ങനെ പ്രധാനമായിട്ട് കുറെ പക്ഷി സങ്കേതങ്ങളും ഉണ്ട്. പിന്നെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് പറയുന്നത് November 12. അതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ പ്രധാനമായിട്ട് പറഞ്ഞോളാം കേട്ടോ. ഇപ്പൊ ഈ ജസ്റ്റ് ഇതിനകത്ത് പറഞ്ഞു പോയതുകൊണ്ട് ഭക്ഷ്യ സങ്കേതങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തണം എന്ന് സൂചനകൾ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. ഇനി ഈ ടോപ്പിക്കുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സോഷ്യലിൻ്റെ അകത്ത് ആയിക്കോട്ടെ സയൻസിൻ്റെ അകത്ത് ആയിക്കോട്ടെ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു പോകുന്നതാണ്. പേടിക്കേണ്ട. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത് ആ സൂചകങ്ങൾ, അതിന്റെ ആ സിമ്പിൾസ്, അല്ലെങ്കിൽ ആ ഭൂസവിശേഷതകൾ ഞാൻ എടുത്ത് തന്നിരുന്ന ഓരോ നിറത്തിനും, അത് ഓരോ നിറത്തിന്റെയും തന്നിരിക്കുന്ന ഭൂസവിശേഷതകൾ ഏതൊക്കെയെന്ന് അത് ഉറപ്പായിട്ടും പഠിക്കണം. കാരണം അത് ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അതും ദിക്കുകളും പിന്നെ അതിന്റെ ആ സിമ്പിൾസും അത് ഉറപ്പായിട്ട് നോക്കുക. അത് സോഷ്യലിലായിക്കോട്ടെ സയൻസിലായിക്കോട്ടെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ടോപ്പിക്കിൽ നമുക്ക് തള്ളിക്കളയാനില്ല, സയൻസിലും സോഷ്യലിലും. കൂടുതലായിട്ട് അത് പഠിക്കുക, ദിക്കുകളും പഠിക്കുക, അതിന്റെ സിമ്പിൾസും പഠിക്കുക. പിന്നെ ആ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വടക്ക് നോക്കി യന്ത്രത്തിന്റെയും പിന്നെ ഈ ഭൂപടത്തിന്റെ മുകൾ ഭാഗത്തെ ദിക്ക് ഏതാണ്, പിന്നെ നമ്മൾ തന്ന സിമ്പിൾസ്. അപ്പൊ ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആണ് ഈ ഒരു ടോപ്പിക് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ വരുന്നതാണ്. സോ ഭയങ്കര സിമ്പിളാന്ന് ഓർക്കണ്ട, പഠിച്ചു പോകേണ്ട ടോപ്പിക്കാണെന്ന് തന്നെ ഓർത്തത് പഠിച്ചു പോവുക. അപ്പൊ ഇത്രയാണ് ഈ ഒരു നമ്മുടെ വായിക്കാൻ വരയ്ക്കാൻ എന്നുള്ള ആ ഒരു യൂണിറ്റിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് ഇനി വരുന്ന 2 ചാപ്റ്റേഴ്സ് നമ്മുടെ ഇതിന്റെ തൊട്ട് താഴെയുള്ള വരുന്നതും സോഷ്യലുമായിട്ട് ബന്ധപ്പെട്ട 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇന്ത്യയിലൂടെയും പിന്നെ കയ്യെത്താ ദൂരത്തെ കണ്ണും നട്ടെന്നൊക്കെ പറഞ്ഞ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. സയൻസുകാർക്കും അത് ഇമ്പോർട്ടന്റ് ആണ്, സോഷ്യലുകാർക്കും ഇമ്പോർട്ടന്റ് ആണ്. ഞാനിത് പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്ന അറിയാം, പക്ഷെ എന്നാലും ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് നോക്കുന്നത് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഹലോ, പോയോ? ഹലോ, എല്ലാവരും കേൾക്കാവോ? എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാതെ പോകുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓക്കെ. എനിക്ക് നിങ്ങൾ മെസ്സേജ് ഒന്നും വരാത്തോണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോറി കേട്ടോ, ആദ്യം മൈക്കൊന്നും ഓൺ ആക്കാത്തോണ്ടേ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇതിന്റെ നോട്ട് ഗ്രൂപ്പിൽ എന്നത്തെ പോലെ തന്നെ ഇട്ടോളാം. നിങ്ങൾ നോട്ട് എഴുതി പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ആരും നോട്ട് എഴുതാതെ പോകല്ലേ. ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് ഇതിനു വേണ്ടി നമ്മുടെ കേറ്ററ്റിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. അതിപ്പോ ഓരോ സബ്ജക്റ്റിന് ഓരോ നോട്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് കേറ്ററ്റിന് ആ ഒരു സമയത്തെ. അപ്പം അത്രയും നോട്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ജസ്റ്റ് നമ്മുടേതായ രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പം വളരെ എളുപ്പമാണ്. എന്നുവെച്ചാൽ നമ്മുടെ മൈൻഡിൽ നിന്നോളും. പിന്നെയും ഈ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഏതെങ്കിലും ഒരു വേർഡ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പം നമ്മൾ ഇത് പഠിച്ചതാണല്ലോ എന്ന് എന്താണെങ്കിലും നമ്മുടെ മൈൻഡിൽ വരും. അപ്പൊ നമ്മൾ തന്നെ ആ നോട്ടൊക്കെ ജസ്റ്റ് നമുക്കറിയാം ഇതിങ്ങനെ സെന്റൻസ് ആയിട്ട് നല്ല അക്ഷരസ്ഫുടതയോടെ എഴുതണമെന്നൊന്നുമില്ല. എന്റെ നോട്ട് കണ്ടാൽ നിങ്ങൾ ഓടും അതുപോലെയാവും. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒരു വാക്കാണെങ്കിലും മതി. നമ്മളല്ലേ കാണുന്നുള്ളൂ, നമ്മളല്ലേ പഠിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ അത് എഴുതി പോവാട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. അപ്പൊ അത് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ അത് എന്നോട് ചോദിക്കണം കേട്ടോ. ഇങ്ങനെ രീതിയിൽ എഴുതുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയണം. ഇതുവരെ ആരും അങ്ങനെ ഒരു റിപ്ലൈ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു രീതിയിൽ തന്നെ പോയിന്റ് ആയിട്ട് തന്നെ എഴുതി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നോട്ട് ഇടുന്നേ. അപ്പൊ നിങ്ങൾ ആ നോട്ട് പഠിക്കണം. പിന്നെ അതങ്ങനെ തന്നെ എഴുതിയെടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയെടുത്താലും പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ എക്സാം ഇടുന്ന എല്ലാവരും എഴുതുന്നുണ്ടല്ലോ അല്ലേ? നാളെ ആൻസർക്ക് സാറ് ഡിസ്കഷൻ നടത്തിക്കോളും കേട്ടോ. അപ്പം അത് മാർക്ക് നോക്കുക. പിന്നെ കൂടുതൽ ടോപ്പിക്കുകൾ മീൻസ് പഠിത്തമൊന്നും ആയില്ല എന്ന് തോന്നുന്നു, അങ്ങനെ നിരാശയൊന്നും വേണ്ട. എല്ലാവരും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പൊ ജസ്റ്റ് നോട്ട് എഴുതുന്ന കാര്യം ഞാൻ പറഞ്ഞേ.
എല്ലാ ദിവസവും ആ ക്ലാസ്സിന്റെ തന്നെ നോട്ട് എഴുതി പോകും. അത് നോക്കിയിട്ടേ കിടക്കാവുള്ളേ, ഇല്ല പിന്നെ ആ ടച്ച് അങ്ങ് വിട്ടുപോകും. പിന്നെ നോക്കാന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഓക്കെ എല്ലാവർക്കും ജോലികളും ഉണ്ട്, വീട്ടിൽ അത്യാവശ്യം പണികളും ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും കിടക്കുന്നതിന് മുമ്പാണെങ്കിലും ജസ്റ്റ് ആ ടോപ്പിക്കുകൾ, ഇന്നത്തെ ടോപ്പിക്ക് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഒന്ന് നോക്കിയിട്ട് കിടക്കാം. അപ്പൊ ആ ഒരു ഇത് കിടന്നോളും. രാവിലെ കേൾക്കുമ്പോഴാണെങ്കിലും ഇന്നലെ ഇതാണല്ലോ കേട്ടെ, എവിടെന്നേലും നമുക്ക് ആ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം നമ്മുടെ ആ ഒരു ദിവസം ഉണ്ടാവും. അപ്പൊ പിന്നെ ഇത് പഠിച്ചതാണല്ലോ, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു പോയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ട് താങ്ക് യു കേട്ടോ. ഗുഡ് നൈറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഗുഡ് നൈറ്റ്. എല്ലാവരും പൊക്കോട്ടോ. പോയി പഠിച്ച് എഴുതിയൊക്കെ പഠിച്ച് പൊക്കോട്ടോ. താങ്ക് യു. താങ്ക് യു പൊക്കോട്ടോ.